അപ്പുണ്ണിയേ അപ്പുണ്ണിയേ എന്താ വെറ്റിലച്ചെല്ലാം കൂടെ എടുത്തിട്ട് വരിക. അപ്പുണ്ണി വന്നോ? എവിടെ എന്റെ വെറ്റില ചെല്ലാം? വയറ്റിലെ ചെന്നം. വയറ്റിലെ ചെല്ലോ? വെറ്റിലെ കിണ്ണം. ഇതില് അടക്കയുണ്ടോ? ഓമ്പറ. പകലുണ്ടോ? ഓമ്പറ. വെറ്റിലുണ്ടോ? ഓമ്പറ. നീ ഓമ്പ്രാന്നാണോ പറയണത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭാഷ മാറ്റിയാണോ പറയണത്? ഓമ്പ്രാന്ന് തന്നെയാണല്ലോ. ഇടിക്കുക. വെറ്റിലച്ചെല്ലാം കൊണ്ടുവരാൻ പറയുമ്പോൾ അതിനകത്ത് അടക്കയും പുകലയും വെറ്റിലയും വേണം. കുറിപ്പ് വന്നല്ലോ. എന്റെ തമ്പ്രാനെ എന്നോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലായി. ഞാൻ അവിടെ വന്നപ്പോഴേ മനസ്സിലായി തമ്പ്രാനെ ഞാൻ വരുവാന്നല്ലേ. അയ്യോ കുറിപ്പ്, അത് സ്നേഹം കൊണ്ടല്ല. പിന്നെ നീ ദൂരെ നിന്ന് വരുമ്പോഴേ ഇവിടെ ഒരു മാട്ട മണാട്ടിക്കും. എന്താ ഈ നാളികേരം, പറമ്പില് നാളികേരം ഇടാൻ പോയിട്ട്? ഇപ്പൊ അത് ഇടാൻ സത്യത്തിൽ ആളില്ല, ആളെ കിട്ടാനില്ല. അതെന്ത് പറ്റി? നീ അഥവാ കിട്ടിയാൽ തന്നെ അവൻ കയറുന്നതിനൊരു തേങ്ങ, ഇറങ്ങണേനൊന്ന്, പിന്നെ അവനെ വിളിച്ചു പറഞ്ഞ കടയിൽ 2, പിന്നെ അത് കൂടാതെ ഉണ്ടല്ലോ തെങ്ങിന് ഒന്നിന് വെച്ച് 100 രൂപ കൊടുക്കണം അവന്. ഓ, അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോ നമുക്ക് നഷ്ടം. അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം മുതല് നമുക്കിനി നാളികേരം ഇടാൻ ആളെ വിളിക്കണ്ട, പകരം ഒരു JCB വിളിക്കാം. തറവാട് മുടിക്കണ തെങ്ങ് എന്തിനാടോ? അതൊക്കെ അങ്ങോട്ട് പിഴുത് കളയ. അല്ലാണ്ടോ എത്ര നേരായി ഞാനിവിടെ നിക്കണു. നിനക്കൊരു ചായ കൊണ്ട് തന്നൂടെ? എല്ലാ കാര്യത്തിനും നീ എന്തിനാ മല്ലിനെ വിളിക്കണേ? നിനക്കെന്താ ഇവിടെ പണിയിരിക്കണേ? ഓ എന്റെ ദൈവമേ, ആരായി കിടക്കണേ? കണ്ണിന്റെ ഡോക്ടറാ? കണ്ണ് തിമിരമാണോ? കോപ്പിലെ കണ്ണാടി കാശ് കൊടുത്ത് മേടിച്ചു വെച്ചിട്ട് കോപ്പിലെ. അതെ, മേനോ സാർ എന്തേ? മേനോ സാറ് മുകളിലേക്ക് പോയി. ദൈവമേ, ഇനി ഞാൻ വന്ന വണ്ടിയുടെ പൈസ ആര് കൊടുക്കും? എടാ റീത്ത് മേടിക്കാൻ പോലും എന്റെ പൈസ ഇല്ല. അങ്ങോട്ട് വിളിച്ചു പറയാൻ പാടായിരുന്നോ ചത്തുപോയിന്ന്? ആര് ചത്തുപോയെന്ന്? നീ അല്ലേ പറഞ്ഞ മേലോട്ട് പോയിന്ന്? ഇടിയാൻ വെച്ചാണല്ലോ മേളത്തെ നിലയില്. ഞാൻ എത്ര പ്രാവശ്യം ഡോക്ടറിനോട് ഞാൻ വരുമ്പോ പറയാറില്ലേ എന്റെ കണ്ണിന് കംപ്ലൈന്റ് ഉണ്ട്, നോക്കണോന്ന്. നിന്റെ കംപ്ലൈന്റ് ഒന്നും ആരാ പറഞ്ഞേ? ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ആശുപത്രി ചെന്നപ്പോ നേഴ്സ് പറഞ്ഞോട് നിന്റെ നോട്ടം ശരിയല്ലാന്ന്. ആഹാ, ശരിയാക്കി തരാം. എന്നിട്ട് ഈ കറുത്ത ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് മാറുന്നേ, അങ്ങ് ചരണ്ടി കളഞ്ഞാലോ? അത് എന്റെ കൃഷ്ണമയാണ് അതെന്റേത്. ഡോക്ടറിന് തമ്പ്രാനെ പോലെ തന്നെ മാലക്കണ്ണല്ലേ? അതിന് അങ്ങനെ പറഞ്ഞേ? ടോർച്ചടിച്ച് നോക്കണു. സത്യത്തിൽ എന്റെ അസുഖം എന്നാന്നറിയോ? ഞങ്ങൾ ഈ ഒരു 6 അക്കരെ ഇക്കരെയാണല്ലോ ഞങ്ങൾ താമസിക്കുന്നത്. അപ്പൊ ഇക്കരെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോ അവിടെ ആൾക്കാർ നിന്ന് കുളിക്കും. അത് ആരൊക്കെയാണെന്നൊന്നും വ്യക്തമാവുന്നില്ല. എങ്ങനെ? അത് ആരൊക്കെയാണെന്നുള്ളത് ക്ലിയർ ആവുന്നില്ല. ശരി, ക്ലിയർ ആകുന്നില്ല. ഇത് കണ്ണിന്റെ അസുഖമല്ല, പിന്നെ ഞരമ്പിന്റെ അസുഖമാണോ? പിന്നെ എത്ര വയസ്സായി? 40. 40 വയസ്സ് കഴിഞ്ഞാൽ വെള്ളമെടുത്തുണ്ടാവും. വെള്ളത്തിലെഴുതിയ മാഞ്ഞുമില്ലേ? വെള്ളത്തിലെഴുതിയാന്നല്ല, കണ്ണിനൊരു മൂടലുണ്ടാവും. അതിനൊരു കണ്ണട വെക്കണം. കണ്ണട വെച്ചാൽ എഴുതാനും വായിക്കാനൊക്കെ പറ്റും. ആണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് അത്ഭുത കണ്ണട വേണം. അത്ഭുത കണ്ണട? എന്താ? എനിക്ക് എഴുതാനും വായിക്കാനും അറിയാൻ പാടില്ല. ആ കണ്ണട വയ്ക്കുമ്പോ എഴുതാലോ? ഒറ്റ എണ്ണം സൂക്ഷിച്ച് നട ഇറങ്ങി സൂക്ഷിച്ചു, അല്ലെ വീഴും. ആർക്ക് കണ്ണിന് ഇല്ലാത്തത്? അമ്പ്രാനോട് വീട്ടിൽ പറഞ്ഞ ഞാനാണല്ലോ വീണ്. മേനോൻ സാറേ. ആരാ? പൈലി ഡോക്ടർ. പൈൽസിന്റെ ഡോക്ടറോ? പൈൽസിന്റെ അല്ല, പൈലി ഡോക്ടർ. പൈലി ഡോക്ടർ. ഓ, നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത്ര നാള് ഫോണിലായിരുന്നല്ലോ സംസാരം. ഇനി എനിക്ക് തെറ്റില്ലാട്ടോ. ഒരാളെ ഒറ്റ തവണ കണ്ടാ മതി, പിന്നെ അയാളെ ഞാൻ എത്ര കാലം കണ്ടു കഴിഞ്ഞാലും ഒന്ന് തപ്പിപ്പിടിച്ചാൽ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അത് പ്രത്യേക കഴിവ്. അതല്ലേ? ഒന്ന് ആലോചിക്കേ, ഈ മുഖത്ത് കണ്ണിന് കാഴ്ചയില്ലെന്ന് അറിയാൻ പറ്റിയില്ല കേട്ടോ. അതുപോലെ നിൽക്കും ആള്. അതെന്താ അങ്ങനെ? 25 വർഷം മുമ്പ് വൈപ്പിൻ ചാരായ ദുരന്തം കേട്ടിട്ടുണ്ടോ? ഞാൻ അഡ്മിറ്റ് രക്ഷപ്പെട്ട് പോകുന്ന ആളാ. ഞാൻ അതിനകത്ത് വിട്ടുപോയ ആളാ. അങ്ങനെ എന്റെ കണ്ടുപോയത്. അതിനുശേഷം സ്പർശനത്തിലൂടെയും ഗന്ധത്തിലൂടെയും ഞാൻ ഈ കണ്ണിന്റെ സ്ഥാനത്ത് ഓരോന്ന് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് എല്ലാവരെയും കണ്ടുപിടിക്കുന്നത്. ഒരാളെ ഒന്ന് തൊട്ടാലും പിന്നെ എത്ര താള് കഴിഞ്ഞാലും പിന്നെ എനിക്ക് അയാളെ തിരിച്ചറിയാൻ പറ്റും. ആരാ എടുക്കണേ?
25 വർഷമായിട്ട് പട്ടീനെ പോലെ തല്ലുകൊള്ളണ എന്നോട് ആരാന്നാ? ഇനി മണത്ത് കണ്ടുപിടിച്ചാൽ അപ്പുണ്ണി. അതെ, മരുന്നൊഴിക്കേണ്ട കണ്ണില്. ഒഴിക്കണം. കണ്ണില് മരുന്ന് ഒഴിച്ചേക്കാം കേട്ടോ. ഉണ്ടോ? കണ്ണ് ഒന്ന് തുടയ്ക്കരുത്. ഇല്ല, എന്നാ ഞാൻ വിട്ടോട്ടെ. പോലെ പോവാൻ വരട്ടെ. ചെറിയൊരു കൈമടക്ക് പിടിക്കാം. 100 ഉലുവ 300 രൂപക്കൊക്കെ ഓട്ടോറിക്ഷയ്ക്ക് വന്നത്. ശേ, അതെ, എല്ലാം കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഒരു നിഴലോ എന്തെങ്കിലും? ഇല്ല. അല്ല, ഞാൻ ഈ കൈയിട്ട് കാട്ടുന്നത് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇല്ലല്ലോ. ഇല്ല. എന്നാ ശരിയെന്നാ. ഓക്കെ എന്നാ. ഡോക്ടറെ, എന്തോ ഇവിടെ ഉണ്ട്? പോയോ? ഇല്ല. ഒരു നിമിഷം കറക്കാൻ മറന്നുപോയി. എന്ത് തീർക്കാൻ? ചെറിയൊരു പരിപാടി. അതെ കുറുപ്പേ, നമ്മുടെ അടക്കയുടെ കാര്യം എന്തായി? അടക്കയുടെ വില? അടക്കാന്ന് പറഞ്ഞ പഴുക്കണ്ടല്ലോ. ഞാൻ കാര്യം പറയാം. പറഞ്ഞോ. പഴുക്കണ്ടല്ലോ, പഴുക്ക പിടിച്ചു വലിക്കല്ലേ. പറഞ്ഞോ നീ. പഴുക്ക ഈ വവ്വാല് വന്ന് ഈമ്പി കുടിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്ര മെച്ചത്തിലല്ല പോകുന്നത്. അതിന്റെ ഒരു 300 രൂപയുണ്ട്. 300 രൂപ. 300 രൂപയുള്ളൂ ഇത്ര അടക്ക വിറ്റിട്ട്? അത്രേ ഉള്ളൂ. പിന്നെ തേങ്ങയുടെ കാര്യം അറിയാലോ. തേങ്ങയുടെ ഞാൻ എന്റെ കൈപ്പിടുത്തുകൊണ്ടും ഞാൻ ശ്രദ്ധിക്കുന്നോണ്ടും 400 രൂപ കിട്ടിയിട്ടുണ്ട്. 400 ഉള്ളൂ തേങ്ങ? അത്രേ ഉള്ളൂ. നെല്ലിന്റെ എന്ന് പറഞ്ഞാൽ വയൽക്കിളി വന്ന് നെല്ല് മൊത്തം തിന്നുവാണേ. അപ്പൊ അതുകൊണ്ടും അതിനും വലിയ കാര്യമായിട്ടൊന്നുമില്ല. അതിനും ഒരു 300 രൂപ ശരിയാക്കി തരാ. നിന്നെ വർഷങ്ങളായി നിന്നെ ഞാൻ കണക്കേൽപ്പിക്കാൻ തുടങ്ങിയിട്ട് നീ എന്താ നിന്റെ ഉദ്ദേശം എന്ന് എനിക്ക് അറിയണമല്ലോ. മൊത്തം 8600 രൂപയുണ്ട്. ആണല്ലോ. കൈ കറക്കണ്ട. സന്തോഷം. അവിടെ അത് കഴിഞ്ഞു കൊടുത്തു. ആരാ ഇവിടെ വന്നേക്കണേ? മല്ലിയാണേ തമ്പ്ര. മല്ലി എത്തിയോ? ഓ, എത്തി. എവിടെ? ചായ ആയിട്ട് വന്നതാണോ? ചായ ആയിട്ട് വന്നാ. ഓ ചായക്കൊരു മധുരം ഇല്ലൊരു രുചി ഇല്ലല്ലോ മല്ലിയെ. അത് പൊക്കത്ത് വരുന്ന കഴിച്ചാൽ മതി, രുചി ഉണ്ടാവും. പൊക്കത്തോ? ഉയരം കൂടുന്നോറും ചായക്ക് രുചി കൂടുന്നാണല്ലോ മോഹൻലാൽ പറഞ്ഞേക്കണേ. പിടിക്കാ പുണ്ടിന്ന് പിടിക്കാ. അങ്ങോട്ട് വരിക. മോഹൻലാല് കാശ് മേടിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേട്ട് നീ എന്റെ കാശ് മേടിച്ചിട്ട് എന്തിനാ പറയാ? ദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമൊരുങ്ങി. ഇങ്ങനെ അടിയും കൊണ്ട് ഇവിടെ കിടന്നാ മതിയോ? മാറി താമസിക്കാല്ല. ഇവിടുന്ന് പോണേക്കും വേണ്ടല്ല. ഈ കിളവന് കിട്ടി ഞാൻ പകരവും പലിശ കൊടുത്തിട്ട് ഇവിടുന്ന് പോകൂലേ. നിങ്ങൾക്ക് ഈ കിളവന്റെ അടി കൊണ്ട് ഇപ്പൊ എന്നോട് ഒരു സ്നേഹവും ഇല്ലാതായി. സ്നേഹം ഇല്ലെന്നാ? എടി, ഞാൻ നിന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നറിയാവോ? അത്താനെ ഓർക്കുന്നുണ്ടോ? എന്തുവാ? അന്ന് തക്കാളിക്കാവിലേ തക്കാളി മേടിക്കാൻ? തക്കാളി മേടിക്കാനല്ല, ആ തക്കാളിക്കാവില് പാടവരമ്പത്തൂടെ ഞാനിങ്ങനെ നടന്നു പോയപ്പോ അത്താനിങ്ങനെ എന്റെ പുറകെ കൂടെ വന്നിട്ട് എന്റെ കണ്ണ് പൊത്തിയിട്ട് എന്റെ കവിളിലൊരു ഉമ്മ വന്നത് ഓർക്കുന്നുണ്ടോ? എന്നാന്ന്? 2014 മേടം 14. ആണോ? എടി, അന്ന് ഞാൻ തഞ്ചാവൂര് ചങ്കാന ലോഡുമായിട്ട് ലോറി പോയിക്കൊണ്ടിരിക്കല്ലടി. ആരെങ്കിലും എന്തെങ്കിലും വന്ന് തരും, അത് മുഴുവൻ എന്റെ തലയെ കൊണ്ട് വെക്കില്ലടി. അപ്പൊ പിന്നെ ആരാ? എനിക്കതറിയണം. ആരറിയത്? അയ്യോ, അത് കാറ്റാ. കാറ്റായിരിക്കും. അത്തോ ലോഡിന് പോയപ്പോ പിന്നെ ആരാ എനിക്ക് കിസ് തരാൻ? അത് കാറ്റാ. കാറ്റ് തന്നെ. ആരാത്? ഞാനാ മല്ലിയ തമ്പ്ര. മല്ലി അവിടെ വീണോ? വീണ്. എന്നാ അവിടെ കിടന്നോളുക, ഞാൻ അങ്ങോട്ട് വരാം. എന്തിനാ തമ്പ്ര? കാലിനെ ഉളുക്ക് വെച്ചിട്ടുണ്ടാവും. ഞാനൊന്ന് തിരുവി തരാം. അയ്യോ വേണ്ട തമ്പ്ര. സാരില്ലാതെ എനിക്കതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. കുഴപ്പില്ല മല്ലിയേ. ഇല്ലാന്നേ, പേടിക്കണ്ടെന്നേ. എവിടെയാ കാലിങ്ങട് നീട്ടുക? അപ്പടാ, മല്ലി കട്ടാമുട്ടം പണിയെടുത്ത് ഏതാണ്ട് ഫുട്ബോൾ കളിക്കാരുടെ പോലെ കാലിരിക്കുക. മല്ലിയേ, ഞാനങ്ങോട്ട് തിരുമ്പി തരാട്ടോ. ചെറുവരലെ പിടിക്കാൻ പതുക്കെ ഒന്ന് വലിക്കണേ. കുഴപ്പമുണ്ടോ? പതിയെ മതി.
പേടിക്കണ്ട, ഇതിപ്പോ മാറ്റിത്തരാം. ഓ ഇപ്പോഴോ? ആ, ഇപ്പോഴോ? ആ. ഇവിടെ വേദന ഉണ്ടോ? അവിടെ അത്രയും മതി തമ്പ്ര. ഇവിടെ വേദന ഉണ്ടോ? കുഴപ്പമില്ല തമ്പ്ര. ഇവിടെ ഉണ്ടോ? ഇല്ല തമ്പ്ര, മതി തമ്പ്ര. മതി എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഇത് മോളിന്ന് തുടങ്ങണ ചെരപ്പ. ആ ചെരപ്പ അങ്ങോട്ട് പിടിച്ച് റെഡിയാക്കി എടുക്കണം. മനസ്സിലാവണ്ടോ മല്ലിക്ക? തമ്പ്ര മതി തമ്പ്ര, ഇത്രയും മതി തമ്പ്ര. തമ്പ്ര മതി തമ്പ്ര. ഇല്ല തമ്പ്ര മതി തമ്പ്ര. അയ്യോ എന്റെ കൈ അറിയാതൊന്ന് കൊണ്ട് തമ്പ്ര. മല്ലിയുടെ കൈ കൊണ്ടതാണോ? ആ പുറത്താരോടും പറയണ്ട കേട്ടോ. അപ്പൊ മല്ലി, ഓ ഞാനേ ആ ഒരാഴ്ചത്തേക്ക് ഇവിടെ ഉണ്ടാവില്ല. ഈ എവിടെ പോ തമ്പ്ര? നീണ്ട ഒരു യാത്രക്ക് പോവുക. ആ അപ്പൊ ഇവിടത്തെ കാര്യങ്ങൾ നോക്കിക്കൊള്ളണം. ഞാൻ നോക്കിക്കോളാം. ആ പുണ്ണി എന്ന് പറഞ്ഞ വെറും ഒരു മണ്ടനും ചപ്പനുമാ കേട്ടോ. ആ സത്യ. അപ്പൊ ശ്രദ്ധിച്ചോളണം. ആ. പോയി തന്നെ പോയി, നമുക്കിനി അടിച്ചു പൊളിക്കണം. അതെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഒരാഴ്ചത്തേക്ക് നമ്മുടെ അമ്പ്രാൻ പോകുന്നത്. ഈ അമ്പ്രാൻ പോയി കഴിയുമ്പോ നമ്മളിങ്ങനെ നടന്നാ മതിയോ? നമ്മൾ പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഈ വരുമാനം കിട്ടിയാ മതിയോ? പോരാ. ഇവിടെ പേയിങ് ഗസ്റ്റ് ഉണ്ട്. ആരുണ്ട്? പേയിങ് ഗസ്റ്റ്. പേയിങ് ജീപ്പല്ല, എന്താ പേയിങ് ഗസ്റ്റ്. പേയിങ് ഗസ്റ്റോ? വാടകയ്ക്ക് താമസിക്കാൻ പറ്റുന്ന ആള്. ആ വാടകക്കാര്. അത് വരും. 10,000 രൂപ ഞാൻ പറഞ്ഞു ഒപ്പിച്ചിട്ടുണ്ട്. 10,000 രൂപ ഒരാഴ്ചത്തേക്ക്. ഏത് മണ്ടനാ വരുന്നത്? മണ്ടനല്ല, വണ്ടിയാ. ഇന്ന് വരും. രസം. നല്ല തറവാട്. നല്ല തറവാട്. അപ്പുണ്ണി എന്താ അപ്പുണ്ണി എന്നെ നേരത്തെ വിളിക്കാൻ? ഞാൻ വിളിക്കാറുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതാണ് വിളിക്കാറ്. ഒന്നൊന്നര ആഴ്ച സ്ഥലമൊന്നും ഇല്ലാതെ ഇങ്ങനെ കിടക്കാൻ പോലും സ്ഥലം ഓടി ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഈ ഡേറ്റിൽ തന്നെ പോരേന്ന് പറഞ്ഞായിരുന്നല്ലോ. ഈ ഡേറ്റ് പറഞ്ഞിരുന്നു. പിന്നെ എങ്ങനെ സൗകര്യം കാര്യങ്ങൾ? ഇതാണ് എന്റെ ഭാര്യ മല്ലി. ഭാര്യ ഏത്? മല്ലി. മല്ലി എന്ത് ചെയ്യുന്നു? ഞാൻ ഈ വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ നിക്കുന്നു. വേലക്കാരിയാ? ആ വേലക്കാരിയാ. അയ്യോ വേലക്കാരിയാണ്. 2,000 രൂപ അഡ്വാൻസ് ആയിട്ട് തന്നായിരുന്നല്ലോ. അപ്പം താമസിക്കാതെ ബാക്കിയുള്ളതും കൂടി തരണം. എനിക്ക് ദേഷ്യം പറ്റി കേട്ടാ. പറയുന്നത് ഞാൻ താമസിക്കുന്ന ശേഷമേ പൈസ തരൂ. മതി കേട്ടോ? മതി. താമസിക്കാതെ കാശ് തരണം. മതി. വൈബ്രേറ്ററാ ഫോൺ. ഫോൺ വരച്ചതാ. ഒരു ഉപകാരം ചെയ്യൂ. അപ്പുണ്ണി വന്നേ. ഇയാളെ വിളിച്ചിട്ട് പറയണം ഞാൻ ഓഫീസിൽ നിന്ന് പോയി കുറച്ച് നേരമായിന്ന് പറ. പുള്ളി എപ്പോഴും വിളിച്ചോണ്ടിരിക്കുക. ആണോ? പ്ലീസ് ഒന്നും ഒഴിവാക്കിത്താ പ്ലീസ്. ഓഫീസറാന്ന് പറ. ഓഫീസറാന്ന് പറ. ഞാൻ ഓഫീസറാണ്. പോയി ശാന്ത മാഡം ഓഫീസിൽ നിന്ന് പോയി. മതി മതി മതി. എന്നാ ഇല്ല സംസാരിച്ചോണ്ടിരിക്കും. പറഞ്ഞില്ലാന്നോ? മതിയെന്ന്. നമ്മുടെ ഇവിടെ ഞങ്ങളുടെ കട്ടി ചുമ്മാ സംസാരിച്ചോണ്ടിരിക്കും. ഇതാരാ? എന്റെ ഭർത്താവാ. ചുമ്മാ വിളിയോട് വിളിയാ. ഞാൻ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്നാ വിളിയായിട്ട്. ഭർത്താവിനോട് പറയാതെന്നാ വന്നേ ഇങ്ങോട്ട്? പിന്നെ 4 മാസം മുമ്പ് ഇറങ്ങിയല്ലേ ഞാൻ. നമുക്ക് സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യം വേണ്ടേ? അങ്ങനെ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ഒരു കാര്യം ഞാൻ പറയാം. അപ്പുണ്ണി ഇങ്ങനെ വന്നേ. ഞാനും വരും. നിക്കടോ രഹസ്യമാടോ ഒന്ന് പറയട്ടോ. നമ്മളൊക്കെ സ്ത്രീകളല്ലേ. ഞാൻ പോവോ? മേലത്തെ റൂമില്ലേ പാതിരാത്രി ആയല്ലേ ചുമ്മാ വന്ന കഥകൾ മുട്ടിയിട്ട് ആന്റി ഉറക്കമാണോ എന്താ ഉറങ്ങാത്തെന്ന് വിളിച്ചൊന്നും പറയാൻ നിൽക്കരുത്. ഓരോരുത്തരും അങ്ങോട്ട് കയറ്റി വിടരുത്. ഞാൻ കഥകിന് കുറ്റി എടുത്തില്ല കേട്ടോ. പറഞ്ഞേക്കാം. ഞാൻ അത്രക്കാരനൊന്നും അല്ല. അറിയാം. 11 മണി രാത്രിയാകുമ്പോ നിന്റെയൊക്കെ സ്വഭാവം എനിക്കറിയാം. അയ്യോ അത്താനം പോവോ താൻ അങ്ങനെ? ഞാൻ പോവില്ല. ആ പോയല്ലോ കുന്നുകളെ ഞാന്. ഇനി രണ്ടുപേർക്കും ഒരുമിച്ച് വരും. അപ്പുണ്ണി അപ്പുണ്ണി കളവന്റെ കാസേര. ആ കിളവനെ കൊണ്ട് പോയി നടന്നേ. അയ്യോ ഒരാഴ്ചത്തേക്ക് കറങ്ങാൻ പോയേക്കുവാ. 8 ദിവസമായി. ഇന്ന് വരും. ആണോ? തോട്ടത്തിലെ പഴങ്ങളും സാധനങ്ങളും എല്ലാം ഞാൻ കൊടുത്തു. ന്യായമായിട്ട് പൈസ കിട്ടിയിട്ടുണ്ട്. ഒരു ഷെയർ നിങ്ങൾക്കുള്ള അത് തരും. ആണോ? ഞങ്ങള് വേറെ വഴിയും ചെയ്തിട്ടുണ്ട്. എന്തേ? പുള്ളി പോയ ഒരാഴ്ച ഒരു പേയിങ് ഗസ്റ്റ് ഒരു വാടകക്കാരിനെ കയറി താമസിപ്പിച്ചിട്ടുണ്ട്. 10,000 രൂപ കിട്ടും. അതിന്റെ കമ്മീഷൻ എനിക്ക് അത് അങ്ങോട്ട് തരും. അപ്പൊ നമുക്ക് അടിച്ചു വിളിക്കാം. തന്നെയല്ല ഞാൻ നല്ല നെല്ലിട്ട് മാറ്റിയ സാധനം ഉണ്ട്. നമുക്ക് കൂടാ ഇവിടെ. എന്നാ മല്ലി കറിയൊക്കെ ഉണ്ടാക്കിയോ? ഞങ്ങൾ പോരാ. ഇല്ല ഞാനും വരാം. അന്ന് നീ അറിയാവുള്ള അടുക്കള കാര്യങ്ങളൊക്കെ. അപ്പുണ്ണിയേ അപ്പുണ്ണിയേ ആരും ഇല്ലേ ഇവിടെ? ഇവിടെ ആരുമില്ല. അതാരാ? കുറുപ്പേ കുറുപ്പേ ഇവിടെ ആരുമില്ലെന്ന്. ആരാ അത്? ആരാ? ആരെങ്കിലും വന്ന് ഈ മുൻവശത്തെ വാതിലൊന്ന് തുറക്കുക. അയ്യോ ഞാൻ കുളിച്ചോണ്ടിരിക്കണ. ആരാ അത്? ഞാൻ ഈ വീടിന്റെ ഉടമസ്ഥനാ മേനോൻ.
ഓ കണ്ണ് കാണാൻ പറ്റാത്ത കളവനായിരുന്നോ? എനിക്ക് സോപ്പ് തേക്കണം. കണ്ണ് കാണാത്ത വലിയ ഭാഗ്യമായി പോയി. അമ്പ്രാനെ പോന്ന് പുണ്യേ, ആ ഞാൻ എത്ര നേരായി വന്നിട്ട്. എവിടെയായിരുന്നു ആ പുണ്യേ? ഞങ്ങള് പുറത്തേക്ക് ഒന്ന് പോയി. സാധാരണ എന്നെ കാണുമ്പോ നീ എനിക്കൊരു നമസ്കാരം പറയണ ഒരു പതിവ് ഉണ്ടായിരുന്നു. അയ്യോ ഞാനത് മറന്നുപോയി. ആണോ? നമസ്കാരം. കുറുപ്പില്ലേ കൂടെ? ഒരു ഉളിപ്പുമില്ല. ഉളുപ്പല്ല, കുറുപ്പില്ലേ? കുറുപ്പില്ലേ കൂടെ? ഉണ്ടെങ്കി ആ മല്ലിയോ? മല്ലി ഉണ്ട്. ഓ ഓ ഓ അതെ കുറുപ്പേ. എന്തിനാ ഈ വടിയിട്ട് കുത്തി കളിക്കണേ? അല്ല, ഇത്ര ദിവസത്തെ ഇതിന്റെയൊക്കെ കണക്കൊന്നും പറഞ്ഞില്ല താൻ. 4 തേങ്ങയുണ്ട്, 2 മാവുണ്ട്, 2 നെല്ലിയുണ്ട്. അങ്ങനെയൊക്കെ എപ്പോഴും കണക്കാ. ഒന്നും ഉണ്ടാ പോകുന്നത് എന്നാന്ന് വെച്ചാൽ അവിടെ തരും. അല്ല പുണ്യേ, ഈ കുറച്ച് വീട്ടിലെവിന് വേണ്ടിട്ട് കുറച്ച് കാശ് ഞാൻ തന്നെ ഏൽപ്പിച്ചിരുന്നു. അത് പറഞ്ഞില്ല എത്രയാണെന്ന്. കാണണമെന്ന് നിർബന്ധമാണോ? വേണ്ടെന്ന്. അതെ, ഇനി അടങ്ങി ഞാൻ മൂലക്കെ കൈ കെട്ടോടി ഇരുന്നാൽ ഞങ്ങൾ കാര്യം എടുത്തു. എന്തെങ്കിലും ഞാൻ അതിക്ക് മുമ്പ് മല്ലിയേ, അവിടെ ഞാനൊരു പൊതി വെച്ചിട്ടുണ്ട് ആ കസാരയില്. ഒന്ന് എടുക്ക. ഇനി പൊതിയും വെച്ചോണ്ട് നാ, പൊതി. എവിടെ എടുക്ക ഇതിന്ന് ഓരോന്ന്. ലഡു ശക്തിയാണ്. ഇന്നൊരു സന്തോഷമുള്ള ദിവസാണേ. എന്താ തമ്പ്രാ ലഡു ഒക്കെ? ലഡു ലഡുവിന്റെ കാര്യം ഞാൻ പറയാം. ഒരാഴ്ചത്തേക്ക് ഞാൻ ഇവിടുന്ന് കറങ്ങാൻ പോയതല്ല. ഞാൻ എന്റെ കണ്ണ് ഓപ്പറേഷന് വേണ്ടി മധുരയിൽ പോയതാ. അയ്യോ മിനിഞ്ഞാന്നായിരുന്നു ഓപ്പറേഷൻ. നടന്നില്ല. അത് വിജയകരമായി പൂർത്തിയായി. എനിക്ക് എന്റെ കണ്ണിന് കാഴ്ചയും കിട്ടി. നീ എന്നെ തുണി പൊക്കി കാണിച്ചത് ഞാൻ കണ്ടായിരുന്നു. കുറുപ്പേ, താൻ പിന്നാമ്പറം കാണിച്ചത് ഞാൻ കണ്ടായിരുന്നു. നീ എന്നെ കൊക്കി കാണിച്ചതും കണ്ടായിരുന്നു. ഏതാടാ ഈ സാധനം? മേമനെ ഇല്ലത്തെ ഇവളുടെ കൂടി ഞാൻ കണ്ടതാ. അങ്ങനെയല്ല, ഞാൻ വന്നപ്പോ ഇവള് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. 3 പേരും ഇന്നൊരു നല്ല ദിവസമായതിന്റെ പേരില് നിങ്ങളെ 3നെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ കാണിച്ച തോന്നി വസ്തുനി എക്കത്തിന് ഞാൻ അടിച്ചു ഓടിക്കണ്ടായിരുന്നു. തമ്പ്രാന് കണ്ണിന് കാഴ്ച കിട്ടിയ സന്തോഷത്തില് ഞാൻ വാറ്റിയ ഈ നെല്ലിട്ട് വാറ്റിയ സാധനം ഓരോ ഔൺസം കഴിച്ച് ഇതടിച്ച് നമുക്ക് ഇന്ന് സന്തോഷിക്കാൻ നമ്പ്ര. അടിപൊളിയാക്കാം. ഇത് നാടൻ മറ്റാണ്. ഞാൻ വാറ്റിയതാ. ഇത് ഞാൻ കുടിക്കണം. എടാ 25 വർഷം മുമ്പ് ഇതുപോലെ നാടൻ വാറ്റ് കുടിച്ചിട്ടാണ് എന്റെ കണ്ണു പോയത്. അതെങ്ങനെയെങ്കിലും ഞാനൊന്ന് റെഡിയാക്കി എടുത്തപ്പോ നീയൊക്കെ പിന്നെ നാടൻ വാറ്റായിട്ട് വന്നേക്കാടാ. നിന്നെ